Good afternoon, teacher. Good afternoon. മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേരോ അന്ന. വീട് എവിടെയാ? എന്തോ? വീട് എവിടെയാ? വീടോ ഒരു സെക്കൻഡ് പറയാമേ. പെരിങ്ങോത്ത്. പെരിങ്ങോത്ത്. മോളുടെ പേരെന്താ? ആദിത്ത്. ആദിത്താണോ? ആദിത്തിന്റെ വീട് എവിടാ? വൈക്കര. എവിടെ? വയക്കര. ഓക്കെ, ഗുഡ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വരട്ടെ കേട്ടോ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അശ്വിനി, ആയുഷ് അല്ലേ? മക്കളെ സുഖാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? വരുന്നേ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിയുമ്പോൾ ടീച്ചർ പറയാം കേട്ടോ. ക്ലാസ് തുടങ്ങാമേ. हड्डी हेलर है ना, हाडी अच्छे लीवर अदा आरव मोहम्मद मुहतान
തുടങ്ങട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. കേൾക്കാമോ ടീച്ചറെ? ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ചോറൊക്കെ ഉണ്ടെന്നല്ലേ? സ്മാർട്ടായില്ലേ? അമൃത ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ സയൻസിന്റെ ക്ലാസ് ആണല്ലേ. ഞാനാണ് നിങ്ങളുടെ പുതിയ സയൻസിന്റെ ടീച്ചർ. എന്തോ 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 ഓക്കെ. ഐ ആം യുവർ ന്യൂ സയൻസ്. ആരാണ് സംസാരിക്കുന്നത്? മുഹമ്മദ്, മോനെ മ്യൂട്ട് ചെയ്തേ. ഓക്കെ. എല്ലാ കുട്ടികളും എത്തിയില്ല, അതുകൊണ്ടാണ് ടീച്ചർ വെയിറ്റ് ചെയ്യുന്നേ. എല്ലാവരും ചോറൊക്കെ ഉണ്ട്, കൈയൊക്കെ കഴുകി. ഇനി ഉറങ്ങിപ്പോയോ? ചോറൂണൊക്കെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയോ? ഇല്ല അല്ലേ? നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നല്ല മക്കളല്ലേ അല്ലേ? ഇപ്പോൾ കയറിയത് ആരാണ്? പേരെന്താണ്? ഐഫൂന. ഐസൂന. ഐഫൂന. ഐഫൂന. ഓക്കെ ഓക്കെ. ഒരാൾ കണക്ട് ആവുന്നുണ്ട്. മക്കളെ എല്ലാരും ആയോ? മരിയ ഷിജു ഷൈജു. യെസ്, ഗുഡ് ഗുഡ്. ഇനി കയറുമ്പോൾ പേര് എഴുതി വെക്കണേ. എന്തോ നവീത വിനോദ. അങ്ക് പുസ്തകം കിട്ടിയിട്ടില്ല, അതിന്റെ ലിങ്ക് അയച്ചരാ. പുസ്തകത്തിന്റെ ലിങ്ക് അയക്കാം. മോൾ എവിടെയുള്ളേ? മോളുടെ വീട് എവിടാ? അബുദാബി. ഓക്കെ ഓക്കെ. ഞാൻ സാറോട് പറയാം കേട്ടോ. ബുക്ക് അയച്ചു തരാം. ഒന്ന് നോട്ട് ചെയ്ത് തരാം. മോളുടെ പേരെന്തോന്ന് പറഞ്ഞേ? സൽമാൻ. സൽമാൻ. ഓക്കെ ഓക്കെ. മോനാണ്. മോനാണ്. ഓക്കെ. സൽമാൻ നോട്ട്. ഓക്കെ. എന്തോ റസി യൂസഫ്. റസീന അബുദാബി അല്ലേ? ഞാൻ നോട്ട് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ ശേഷം. എന്തോ ഹിന്ദിന്റെ ബുക്ക് വന്നോ? മോനെ ഹിന്ദിയുടെ ബുക്ക് വന്നിട്ടില്ല. വരുമ്പോ സാറ് പറയും കേട്ടോ. ഇനി എത്തുമ്പോ പറയും.
നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ആരേലും ഭക്ഷണം കഴിച്ചോണ്ട് ഇരിപ്പുണ്ടോ? ആരേലും ഭക്ഷണം കഴിച്ചോണ്ട് ഇരിപ്പുണ്ടോ? ഉണ്ടോ മക്കളെ? എല്ലാരും എത്തിയോ? ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പറിൽ കയറിയ കുട്ടിയുടെ പേരൊന്ന് പറഞ്ഞുതരാമോ? നമ്പർ ഈസ് EF67464FU. ആരാണ് ഈ പേരിലേക്ക് കയറിയിരിക്കുന്നത്? EF674FU. ആരാ നെയിം പേര് പറയാമോ? ഒരാളുടെ സാധാരണ നിങ്ങളുടെ ലിസൺ ഹിയർ നിങ്ങൾ നിങ്ങളുടെ പേരിലല്ലേ കയറുന്നത്? പേരിൽ കയറിയാലേ ടീച്ചർക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കുട്ടി കയറിയിരിക്കുന്നത് EF6764 എന്ന ഇതിലാണ്. അതാരാണത് ലാസ്റ്റത്തെ? അൺമ്യൂട്ട് ചെയ്തിട്ടാ പറയാം. അവര് മ്യൂട്ടാണ്. ഓക്കെ. സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രാവശ്യം കയറുമ്പം പേരിൽ കയറണേ. ഓക്കെ, നമുക്ക് ഹാജർ ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണ്ടേ? ഓക്കെ, ലെറ്റ് us start. ഓക്കെ, ഞാൻ നിങ്ങളുടെ പുതിയ സയൻസ് മിസ്സാണ്. പേര് പറഞ്ഞല്ലോ, അന്ന മിസ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമാണോ മക്കളെ? സയൻസ് എന്തുകൊണ്ടാ മക്കളെ സയൻസ് പഠിക്കാൻ ഇഷ്ടം? അതെ, എനിക്കും ഇഷ്ടമാണ് സയൻസ്. എന്തുകൊണ്ടാ സയൻസ്? എന്താ സയൻസിന്റെ പ്രത്യേകത? നമുക്കിപ്പോഴേ ഒരു കാര്യം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവൂലേ? എനിക്ക് സയൻസ് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം എന്താ? എന്തോ മക്കളെ ഇവിടെ നോക്ക്, പേരൻസ് അതിലെ പോയിക്കോട്ടെ. ഇവിടെ നോക്ക്, എന്തുകൊണ്ടാ സയൻസ് ഇഷ്ടാന്ന് പറയാൻ കാരണം? എന്താ മോനെ? വെരി ഗുഡ്. കണ്ടുപിടുത്തങ്ങളുണ്ടല്ലേ? വെരി ഗുഡ്. കണ്ടുപിടുത്തങ്ങളുണ്ട്. മിടുക്കനാട്ടോ. ഓസം. കൂടാതെ മക്കളെ, നമ്മൾ ഈ പ്രകൃതിയിലല്ലേ ഓടിച്ചാടി നടക്കുന്നേ? ആണോ? പ്രകൃതിയിലൂടെയല്ലേ നമ്മൾ ഈ ഭൂമി കളിക്കുന്നത്? അവിടെ അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? കളിക്കാനല്ലേ? അപ്പൊ കളിക്കുന്നത് എവിടുന്നാ? നമ്മുടെ ചുറ്റുപാടിൽ കൂടെ അല്ലേ കളിക്കുന്നേ? കളിക്കുമ്പം നമ്മളൊന്ന് തട്ടി വീഴും അല്ലേ? തട്ടി വീണാലും പ്രകൃതി തന്നെ മരുന്നുണ്ട് അതിന്റെ അല്ലേ? അതുപോലെ മോൻ പറഞ്ഞു കണ്ടുപിടുത്തങ്ങളാണല്ലേ എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യന്മാര് കണ്ടുപിടിച്ചിരിക്കുന്നേ അല്ലേ? ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ മനുഷ്യനെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കണ്ടുപിടുത്തങ്ങളായി കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടറും കണ്ടുപിടിച്ചതല്ലേ? ഒരു മിഷൻ അല്ലേ? എന്നാ നിങ്ങൾക്കറിയാവോ ഏറ്റവും നല്ല സൂപ്പർ മിഷൻ ഏതാണെന്നറിയാമോ? പറയുന്നവര് ടീച്ചർ ഒരു ക്ലാപ്പ് തരും. ഏറ്റവും നല്ല സൂപ്പർ മിഷൻ ഏതാന്ന് പറയാമോ? പറയുന്നവർക്ക് ടീച്ചർ ഒരു ക്ലാപ്പ് തരും. അതൊന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ മിഷനാണ്. കമ്പ്യൂട്ടർ അതെ കമ്പ്യൂട്ടർ മിഷനാണ്. പക്ഷെ കമ്പ്യൂട്ടറെ തോൽപ്പിക്കുന്ന മിഷൻ വേറെ ഉണ്ട്. അതാ എന്താന്ന് അറിയാൻ പറ്റുമോ? ഇന്റർനെറ്റ്. അതാ സംഭവിച്ചു. ഓക്കെ, ഇന്റർനെറ്റ്. ഓക്കെ, പിന്നെ കൂടാതെ ഫോണ്. ആരോ ഒരാൾ ഉത്തരം പറഞ്ഞു. ഇപ്പം ആരാണത് പറഞ്ഞത്? ആണോ? വെരി ഗുഡ്. Raise your hand, please.
റോബോട്ട് സിദ്ധാർത്ഥ് സിജോ. വെരി ഗുഡ് കേട്ടോ മോനെ. റോബോട്ട് അല്ല മക്കളെ, അതെല്ലാം മിഷ്യനാണ്. നല്ല കഴിവുള്ളവരാണ്. പക്ഷെ ഏറ്റവും കഴിവുള്ള മിഷ്യൻ മനുഷ്യന്മാർ തന്നെയാ. മനുഷ്യന്മാരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതല്ലേ. അപ്പൊ നമ്മളല്ലേ സൂപ്പർ. ആരും അഡ്മിറ്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, വെയിറ്റ്. ഓക്കെ, അപ്പൊ മനുഷ്യരാണ് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ. നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച ഈ കമ്പ്യൂട്ടറും റോബോട്ടും ഇന്റർനെറ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ആരാ മിടുക്കന്മാരെ? മക്കളെ, നിങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ വലിയ കണ്ടുപിടുത്തക്കാരായി മാറും. ഈ കമ്പ്യൂട്ടറെ തോപ്പിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കും. ചാൻസ് ഇല്ലേ? അപ്പൊ ആരാ ഏറ്റവും വലിയ മെഷീൻ? അങ്ങനെ ഇപ്രാവശ്യത്തെ ടീച്ചർ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ലേറ്റ് ആവല് കേട്ടോ. പേരെന്തായിരുന്നു മോന്റെ? പേരെന്താ? മോനാണോ? ഒരു കുട്ടി കേറിയിട്ടുണ്ട്. അതാരാന്ന്? എന്തോ മോളെ, ഇനി ഇങ്ങനെ ലേറ്റ് ആവാൻ പാടില്ല കേട്ടോ. ലേറ്റ് ആയാല് ക്ലാസ് മിസ്സായി പോവും. ഓക്കെ, അപ്പൊ എന്നാ ടീച്ചർ പറഞ്ഞു വന്നേ? എന്തോ വൈകി? എന്താ ചോറ് കൂടുതലുണ്ടോ? ഇന്ന് ടേസ്റ്റ് കറിയായിരിക്കും അമ്മ വെച്ച് തന്നിട്ടുണ്ടാവും. എന്തോ അന്തര കാര്യം? ലേറ്റ് ആവാനുള്ള കാര്യം എന്താ? അതിന്റെ പ്രശ്നമാണ്. ഞാനോർത്തു അമ്മ നല്ല ചിക്കൻ കറിയൊക്കെ വെച്ച് തന്നു, അപ്പൊ കൊറേ ചോറുണ്ടോണ്ട് ഇന്ന് പോയി. ഇന്ന് ഉറങ്ങിപ്പോയോന്നൊരു സംശയം. എന്നാ മോനെ? മോൻ പറഞ്ഞ ക്ലിയർ അല്ല. എന്തൊക്കെയാട്ടെ, ലീവ് ഇറ്റ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ എന്നാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ. മനുഷ്യന്മാർക്ക് ഒരുപാട് കഴിവുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയണോ? നമ്മളൊന്നും ആ കഴിവ് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ, അല്ലേ? അപ്പൊ കണ്ടോ, ഇനിയിപ്പോ നമ്മൾ സയൻസ് പഠിക്കുമ്പം ടീച്ചർ നിങ്ങളോട് ഓരോരോ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറയും. അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് നിങ്ങളോട് സ്വയം ചെയ്യാൻ ടീച്ചർ പറയും. അപ്പം നിങ്ങളുടെ കഴിവ് ഡെവലപ്പായി വരും. ഓക്കെ, അപ്പം ഇനി നമുക്ക് മക്കളൊരു കാര്യം ചെയ്യാമോ? നോട്ട് ബുക്ക് എടുത്തേ. മക്കൾ നോട്ട് ബുക്ക് ഇല്ലേ? നോട്ട് എന്തിയാ മോനെ? അശ്വിന്റെ നോട്ട് എവിടെ? മോളെ, ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല ടീച്ചറെ, നിങ്ങൾക്ക് വേറെ ജോലി തരാൻ വേണ്ടിട്ടാ. അപ്പോളെ നോട്ടില. നിങ്ങളിപ്പോ നോട്ടിലൊന്നും എഴുതണ്ട മക്കളെ. ലിസൺ കെയർഫുള്ളി. ഇപ്പൊ നോട്ടിൽ ആരും ഒന്നും ചെയ്യണ്ട. നോട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ വാട്സപ്പിലൂടെ അയച്ചു തരും. ഇപ്പൊ നിങ്ങൾ നോട്ട് ഒന്നും ചെയ്യണ്ട. ഇത് വെറുതെ ടീച്ചർ പറ. അന്ന. കിട്ടിയോ? മൈ നെയിം ഈസ് അന്നമ്മ ജോസഫ്. എന്തോ? അല്ല, ജിക്ക് അല്ല മോളെ, സയൻസ്. 2ാം ക്ലാസ്സിൽ സയൻസ്. ക്ലിയർ അല്ല. ഏത് ബുക്കാണോ?
പേജിന് ഇനിയിപ്പം ചിലപ്പോ പേജ് നമ്പർ 114. എന്തോ പേജ് നമ്പർ 114 മോളെ അവർ വണ്ടർഫുൾ ബോഡി. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണേ. ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണേ. അഡ്മിറ്റ് ചെയ്താണോ എല്ലാരും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ഓൺ. എല്ലാവരും ഒച്ച വെക്കുന്നോണ്ട് ടീച്ചർ ലിസൺ എല്ലാവരുടെയും ഒച്ച ഒന്നിച്ച് ഇവിടെ എത്തുന്നോണ്ട് ടീച്ചർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ടീച്ചർ എല്ലാവരും മ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കണം. അപ്പൊ ടീച്ചർ അൺമ്യൂട്ട് ചെയ്ത് തരും. റെഡി? എല്ലാവരുടെയും ശബ്ദം ഒന്നിച്ചു വരുന്നോണ്ട് ടീച്ചർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ടീച്ചർ മ്യൂട്ട് ചെയ്യാൻ പോവാ നിങ്ങളെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി. ടീച്ചർ അൺമ്യൂട്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ മിഷൻ ഈസ് അവർ ബോഡി. ഓക്കെ. ടീച്ചർ എന്ത് പറഞ്ഞു തന്നേ? നോട്ട് ബുക്ക്. എല്ലാവർക്കും നോട്ട് ബുക്ക് ഇല്ലേ? നോട്ട് ബുക്ക് ഇല്ലേ എല്ലാവർക്കും? ആ നോട്ട് ബുക്ക് എടുത്തേ കാണിച്ച ടീച്ചറെ. പേരെഴുതുന്നില്ല. ആ നോട്ട്ബുക്ക് നിങ്ങളെ നോട്ട്ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ടീച്ചർ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം അതിന്റെ പുറകുവശം എടുക്കുക. നോട്ട്ബുക്കിന്റെ പുറകുവശം എടുക്കുക. ലാസ്റ്റ് പേജ്. അവിടെ നിങ്ങൾ ഒരു മനുഷ്യ ചിത്രം വരച്ച് നിങ്ങളുടെ തന്നെ ഇതൊരു ചിത്രം വരച്ചേ നോക്കട്ടെ. നിങ്ങൾ എത്ര പേര് ചിത്രം വരയ്ക്കാൻ അറിയുന്നവരുണ്ടെന്ന്. നോട്ട് ബുക്കിന്റെ ലാസ്റ്റ് പേജില് ഒരു നിങ്ങളുടെ ചിത്രം, ഒരു കുട്ടിയുടെ ചിത്രം വരച്ചേ. നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്ക്. ഒരു കുട്ടിയുടെ ഒരു ചിത്രം വരച്ചേ. ഇവിടെ നടുക്കാക്കിട്ട് വരച്ചു. ഞാൻ നോക്കട്ടെ ആരാ നന്നായി വരയ്ക്കുന്നേന്ന്. എത്ര പേര് നന്നായിട്ട് ചിത്രം വരയ്ക്കും? നന്നായി ചിത്രം വരയ്ക്കുന്ന എത്ര പേരുണ്ട്? എല്ലാരും മിടുക്കന്മാരാണല്ലോ. താല്പര്യത്തോടെ വരയ്ക്കുന്നുണ്ടല്ലോ. ദീക്ഷിതേ കാര്യമായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ. ക്ലിയർ ആവുന്നില്ലല്ലോ മോളെ. എന്താ പറ. യെസ് ഓക്കെ വരച്ചു അല്ലേ? ഓക്കെ. ഓക്കെ. എല്ലാരും ഇനി മതി. ഇനി വരയ്ക്കണ്ട. നിർത്തിക്കേ. എന്തോ എല്ലാരും മ്യൂട്ടാണല്ലോ. നിങ്ങൾ വരച്ച ചിത്രം എന്തെടുക്കുമായിരുന്നു? എന്താ ഇത്ര ലേറ്റ് ആയേ? അങ്ങനെ ലേറ്റ് ആകാൻ പാടില്ല കേട്ടോ. ക്ലാസ് മിസ്സാവൂലേ? ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മോൻ നല്ല മിടുക്കനാവണ്ടേ. മിടുക്കനാണെങ്കിൽ കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറണം. കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. 1 മണിക്ക് മുമ്പ് ശ്രമിക്കുന്ന കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ ശരി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഇതുവരെ പറഞ്ഞത് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ചെറിയ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പിന്നെ ചെറിയ ഇതുവരെ പറഞ്ഞത് കിട്ടിയില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഒന്നുമില്ല. ഞാൻ കുട്ടികളോട് ഒരു ചിത്രം വരയ്ക്കാൻ, സ്വന്തം ഒരു കുട്ടിയുടെ ചിത്രം വരയ്ക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. GK അല്ലേ?
അല്ലല്ല, സയൻസ്. നിനക്ക് സയൻസ് അല്ലേ തന്നേക്കുന്നത് ഇപ്പൊ, അതോ ജി കെ ആണോ? നിനക്ക് എന്താ തന്നിരിക്കുന്നത് ഇപ്പം? ജി കെ ആണോ? അല്ലേ ക്ലാസ്? എന്നാലും ജി കെ അല്ല ഇപ്പൊ സയൻസ് ടീച്ചർ എടുത്തത് കേട്ടോ. ജി കെ നമ്മൾ സോറി, അതിപ്പം എനിക്ക് ക്ലാസ് ഏതാണ്? എനിക്ക് 2 സയൻസ് ആണ്. സയൻസ് മിസ് ആണ് ഇപ്പൊ സയൻസ് IVS സയൻസ് ആണ് എടുക്കുന്നത്. നമ്മൾ ഇനി നിങ്ങൾ ടൈം ടേബിൾ ഇപ്പം ചേഞ്ച് വരുത്തണ്ട. ഞാൻ ഓഫീസിൽ സംസാരിച്ചിട്ട് എന്താ വേണ്ട ചെയ്യാം കേട്ടോ. നിങ്ങൾ ടൈം ടേബിൾ മാറ്റണ്ട. പറഞ്ഞ മനസ്സിലായോ? ജി കെ ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് ജി കെ എടുക്കാൻ നോക്കാം. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? ഓക്കെ, നമുക്ക് വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ചിത്രം വരച്ചില്ലേ? ആ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങളുടെ ബോഡിക്ക് എത്ര പാർട്സുകൾ ഉണ്ട്? യെസ്, ബോഡി പാർട്സ്. റൈറ്റ് നെയിം ഓഫ് യുവർ ബോഡി പാർട്സ്. നിങ്ങളുടെ ബോഡി പാർട്സിന്റെ പേരുകൾ ഒന്ന് എഴുതിക്കേ. ബോഡി പാർട്സിന്റെ പേരുകൾ ഒന്ന് എഴുതിക്കേ. ഷുവർലി ഹെഡ്, ഹാൻഡ്സ് അല്ലേ, ലെഗ്സ്, സ്റ്റൊമക്. അത് ഫുള്ളുള്ളത് വേണം. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നില്ല. ആവുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ ഓക്കെ. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കേ. കാണുന്നുണ്ടോ? ഒരു ചിത്രം കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? ഉണ്ട്. കണ്ടോ? യെസ് യെസ് യെസ്. കണ്ടോ? ഹെഡ്, ഹാൻഡ്സ്, ലെഗ്സ്, സ്റ്റൊമക്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അല്ലേ? പോലെ നിങ്ങൾ വരുന്ന ചിത്രത്തിനും ഇല്ലേ ഹെഡില്ലേ, ഹാൻഡ്സില്ലേ, ലെഗ്സില്ലേ? ഓക്കെ. ഈ നമ്മളുടെ ശരീരത്തിൽ എന്തിനാ തലയും കൈയും കാലുകളും ഒക്കെ എന്തിനാ നമുക്ക്? എന്താ ഹെഡ് എന്താ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നേ? ഹെഡ് ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? തലയില്ലാത്ത ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നു, അവസ്ഥ എന്തായിരിക്കും അല്ലേ? തലയിലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? തലയിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ തല എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലേ. ഇതുപോലെ തന്നെ കയ്യും അല്ലെ, കൈയില്ലേ നമുക്കൊരു സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും സാധനം നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ കൈ വേണം അല്ലേ? അതുപോലെ നടക്കണമെങ്കിൽ കാലുകൾ വേണം. അപ്പോൾ എവരി ഓർഗൻസ് ഹാസ് ഇറ്റ്സ് ഡ്യൂട്ടി. എവരി ഓർഗൻസ് ഹാസ് ഡ്യൂട്ടി. ഓക്കെ. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളാണ് കൈയും കാലും ഒക്കെ. എന്നാൽ ഇതുപോലെ ഒരുപാട് അവയവങ്ങൾ നമ്മളുടെ ബോഡിക്കുള്ളിലുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിക്കുള്ളിലുണ്ട്. ഈ ബോഡിന് അതിൽ മെയിൻ ഒന്നാണ് ബ്രെയിൻ, ഹാർട്ട്, ലങ്സ്, സ്റ്റൊമക്, ബോൺസ് ആൻഡ് മസിൽസ്. ഈ പുറമേ നമ്മൾ കൈയും കാലും ഒക്കെ കാണുന്നത് പോലെ തന്നെ there are organs inside our body. They are brain. What are they? Brain, heart, lungs, stomach, bones and muscles. കിട്ടിയോ? കണ്ടോ? നമ്മുടെ ചിത്രത്തിൽ കണ്ടോ? എല്ലുകൾ കണ്ടോ? ബോൺസ്. ഹെഡ് കണ്ടോ? ഹെഡ് ഉണ്ട്, ബോൺസ് ഉണ്ട്, മസിൽസ് ഉണ്ട്. ഈ കൂടാതെ നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ആയിട്ട് ബ്രെയിൻ ഉണ്ട്. ഇതുണ്ടോ? ബോൺസ് കണ്ടോ ചിത്രത്തിൽ? നിങ്ങള് ബോൺസ് ഉണ്ടോ? നല്ല സ്ട്രോങ് ബോൺസ് ആണല്ലേ. നോക്കിക്കേ, എത്ര നീളമുണ്ട്. കൈയുടെ ഉണ്ട്, കാലിന്റെ ഉണ്ട്. കണ്ടോ? കണ്ടോ? ഒരു ബേബി
ഒരു ക്യൂട്ട് ഗേൾ നോക്കേ, കണ്ടോ? ആ ഇത് നമ്മൾ ആദ്യം കാണുന്നത് ആ കുട്ടിയുടെ പുറമെയുള്ള എക്സ്റ്റേണൽ ഓർഗൻസ് ആണ്. നെക്സ്റ്റ് സ്കെൽറ്റൻ ആണ്. ഈ സ്കെൽറ്റന്റെ ഉള്ളിലാണ് ഇന്റേണൽ ഓർഗൻസ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്തോ പറ, ആർക്കാ സംശയം? പറ. Unmute yourself and say. Yes, yes, I can hear you. എന്താടോ കേൾക്കണില്ലേ? എന്താ മക്കളെ പ്രശ്നം? ഓക്കെ, അപ്പം പിന്നെ there are internal organs in our body. So many internal organs in our body. One is brain. ഓക്കെ, കണ്ടോ ഒരു ഇപ്പോൾ നിങ്ങൾ ചിത്രം കാണുന്നില്ലേ? ബോൺസ് നോക്കി, എന്ത് നീളമുള്ള ബോൺസ് ആണ്. എന്തിനാണ് ഇവർക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. Bones are hard and rigid. They are very strong. ഉണ്ടോ? They are head, ഇതാ ഉണ്ടോ? സ്കൾ, സ്കളിലുണ്ട്. ബ്രെയിൻ കണ്ടോ? ഫസ്റ്റ് ലുക്ക് ദർ ഉണ്ടോ? സ്കളിനകത്ത് നമ്മളുടെ ബ്രെയിൻ ഇരിക്കുന്ന കണ്ടോ? എത്ര രസമായിട്ടായിരിക്കും നോക്കിക്കേ. എന്താണ് ബ്രെയിനിന്റെ ഉപയോഗം? എന്തിനാണ് ബ്രെയിൻ നമ്മളെ സഹായിക്കുന്നത്? വി തിങ്ക് വിത്ത് അവർ ബ്രെയിൻ. എന്താണ്? വി തിങ്ക് വിത്ത് അവർ ബ്രെയിൻ അല്ലേ? ദ സ്കൾ പ്രൊട്ടക്ട് ദ ബ്രെയിൻ അല്ലേ? എന്താ ചെയ്യുന്നത്? സ്കൾ എന്ന് മീൻസ് തലയോട്ടി. തലയോട്ടിയാണ്. നമ്മൾ പെട്ടെന്നൊക്കെ വീണ് പല പ്രാവശ്യം വീണ് നമ്മുടെ തലയോട്ടിയൊക്കെ പൊട്ടും അല്ലേ? പക്ഷെ അത് അങ്ങനെ തലയോട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ അവസ്ഥ എന്ത് പറ്റും? നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നല്ലൊരു സ്ട്രോങ് സ്കളിനുള്ളിലാണ് നമ്മുടെ ബ്രെയിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ ബ്രെയിൻ, വി തിങ്ക് വിത്ത് അവർ ബ്രെയിൻ, നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നത്, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഒക്കെ ബ്രെയിനാണ്. അപ്പൊ ആ ബ്രെയിനെ എവിടെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവിടെ സ്കൾ എന്നതിന് പകരം നിങ്ങളുടെ ബുക്ക് ഹെഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് പ്രൊട്ടക്ട് ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ muscles ആയില്ല. Okay, then there are 600 muscles we have. There are 600 muscles. Muscles have its own duty. Okay, മസിൽസ് ആർ ഇലാസ്റ്റിക്. കണ്ടോ? അത് നമ്മൾ കൈയും കാലും അനങ്ങുമ്പോൾ അതുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വലിച്ചു നീട്ടാനും എടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലേ? സ്റ്റോൺസ് ആർ വെരി ഹാർഡാണ്. ഹാർഡ് ആൻഡ് റിജിഡ്, നല്ല സ്ട്രോങ് ആയതാണ് ബോൺസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, മതി, അത്ര സൈഡ് വേണ്ട. ഓക്കെ, ദെൻ മെയിൻ ബ്രെയിൻ ഹെൽപ്പ് us to think, head protect brain. 2 points. What are they? Brain help us to think, head protect brain. Next our heart. The heart. Okay, നിങ്ങൾ നിങ്ങളുടെ കൈ വെച്ചിട്ട് നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ച് നോക്കിക്കേ. അവിടെ എന്തോ കിടന്ന് ഇടിക്കുന്ന പോലെ തോന്നുന്നില്ലേ? കൈ വെച്ച് നോക്കിക്കേ. എന്നതാ ഒച്ച കേൾക്കുന്നേ? നിങ്ങളെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോഴേ, എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴേ ഡോക്ടർ ചെവിയിൽ ഇങ്ങനെ സാധനമൊക്കെ വെച്ച് നിങ്ങളുടെ ചെസ്റ്റിൽ ഇങ്ങനെ ചമർത്തി വെച്ച് നോക്കുന്നില്ലേ? അതെന്തിനാ ഡോക്ടർ ചെയ്യുന്നത് അങ്ങനെ? ഹാർട്ട് ബീറ്റ് കേൾക്കാനാണല്ലേ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താന്ന് അറിയാമോ? ആ ഉപകരണത്തിന്റെ പേരെന്താന്ന് പറയാമോ? സ്റ്റെതസ്കോപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച്
ഡോക്ടേഴ്സ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതായത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഓരോ സെക്കൻഡിലും ചുരുങ്ങുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർമാർ നോക്കും നല്ല ആരോഗ്യമുള്ള കൊച്ചാണോ ആരോഗ്യമില്ലാത്ത കൊച്ചാണോ, ഭക്ഷണം കഴിച്ച് നല്ല മിടുക്കനായിട്ട് വളരുന്ന മോനാണോ, ഓടിച്ചാടി നടന്ന് കളിക്കുന്ന കുട്ടിയാണോ, അത് വെറുതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന കുട്ടിയാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കും. അപ്പം ഹാർട്ടിനും ഒരുപാട് ജോലിയുണ്ട്. മെയിൻ ഫങ്ഷൻ ഓഫ് അവർ ഹാർട്ട് ഈസ് ബ്ലഡ് പമ്പിങ്. മോട്ടറാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം ഇല്ലേ, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ മോട്ടർ ഉപയോഗിക്കൂലേ, മോട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം നമ്മുടെ വീട്ടിലെല്ലാം കൂടെ പമ്പ് ചെയ്യത്തില്ലേ, ഇതുപോലെ ഒരു പണി തന്നെയാണ് നമ്മുടെ ഹാർട്ട് മെയിനായിട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ഇറ്റ് പമ്പ്സ് ബ്ലഡ് ഓൾ ഓവർ അവർ ബോഡി. ഹാർട്ട് പമ്പ്സ് ബ്ലഡ് all over our body. Look at this picture. Undo? That is picture of a heart. It pump blood all over the body. Can you see this screen? Undo? Blood. Main duty of our heart is pump blood to all parts of our body. Undo? നല്ല സുന്ദരകുട്ടപ്പനായിട്ട് നല്ല ഷേപ്പിൽ അവിടെ ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ ഹാർട്ട്. ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് എന്താ ചെയ്യുന്നത്? സ്റ്റെതസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ബ്രെയിൻ? ടു തിങ്ക്. ഹൂ പ്രൊട്ടക്ട് അവർ ബ്രെയിൻ? ഹെഡ് പ്രൊട്ടക്ട് അവർ ബ്രെയിൻ. സെക്കൻഡ് തിങ് ഹാർട്ട്. വാട്ട് ഇസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഹാർട്ട്? ഹാർട്ട് പമ്പ് blood around our body. Heart pumps blood around our body. Yes? Yes? Okay. Next one is lungs. First you cover your nose and mouth with your hands. മൂക്കും വായു ഒന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് നടത്തി വെച്ചേ. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നേ? കവർ യുവർ നോസ് ആൻഡ് മൗത്ത് with your hands. അടുത്ത് പിടിച്ചേ. എന്തോ സൗണ്ട് കുറവാണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഇപ്പൊ ടീച്ചർ എന്താ പറഞ്ഞെന്നറിയാമോ? കവർ യുവർ എന്തോ പറ. അടുത്ത ക്ലാസ് അടുത്ത 3:15 സയൻസ് ആണോന്ന് അത് ടീച്ചർ നോക്കിയിട്ട് പറയാട്ടോ. നോക്കട്ടെ എന്താണ് നിങ്ങൾ ടൈം ടേബിള്. 2ാം ക്ലാസ്സിലെ ടൈം ടേബിൾ മോന്റെ കയ്യിലില്ലേ? ഒന്ന് ചെക്ക് ചെയ്യേ. Okay, then lungs. We breathe through our lungs. We breathe through our lungs. നമ്മുടെ ലങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് അല്ലേ? Our body needs oxygen. നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ വേണം. It comes from the air we breathe into the lungs. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ എടുത്തിട്ട്